Students, today we are going to discuss about study of plant community, which comes under ecology. So in a community, when you are going to study the community characters, we can consider two characters. They are analytical characters and synthetic characters. So അനലറ്റിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അനാലിസിസ് വഴി അഥവാ നമുക്ക് എന്തെങ്കിലും ആ പ്ലാന്റിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി നോക്കിയിട്ട് ദോസ് ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി വിച്ച് ക്യാൻ ബി ഒബ്സർവ്ഡ് ഓർ മെഷേർഡ് ഡയറക്ട്ലി ഇൻ ഈച്ച് ആസ്പെക്ട്. സോ ദോസ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി കോൾഡ് ആസ് അനലറ്റിക്കൽ ക്യാരക്ടേഴ്സ്. ഒരു അനാലിസിസ് ഒക്കെ നടത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് അനലറ്റിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു ക്യാരക്ടേഴ്സാണ് സിന്തറ്റിക് ഓർ ഇൻ്റർപ്രറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഫ്രം ദാറ്റ് അനാലിസിസ് വി ക്യാൻ കൺക്ലൂഡ് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ദിസ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി കോൾഡ് ആസ് സിന്തറ്റിക് ക്യാരക്ടേഴ്സ്. സോ ദേ ആർ ഡിറ്റർമൈൻഡ് ആഫ്റ്റർ കമ്പ്യൂട്ടിംഗ് ദ ഡാറ്റ ഓൺ ദി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സോ ഒരു പ്ലാന്റിൻ്റെ കമ്മ്യൂണിറ്റി കിട്ടി, നമുക്ക് ഒരു പ്ലാന്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ പ്ലാന്റ് കമ്മ്യൂണിറ്റിയുടെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ കുറേ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കി. ആ പ്ലാന്റ് കമ്മ്യൂണിറ്റിയുടെ ഹൈറ്റ് നോക്കി, കവർ ഏരിയ, ഡെൻസിറ്റി, അങ്ങനത്തെ ഫ്രീക്വൻസി, പല കാര്യങ്ങളും നമ്മളിങ്ങനെ നോക്കി. ആ നോക്കി വെച്ച സാധനത്തിൽ നിന്ന് നമുക്ക് ആ കമ്മ്യൂണിറ്റി ഇത്രമാത്രം ഡൈവേഴ്സാണ്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഇത്രമാത്രം റെയറാണോ അല്ലെങ്കിൽ ഈ കോമൺ ആണോ, അങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർപ്രറ്റേഷൻസ് പറയാൻ പറ്റും ബൈ taking the characters, by observing the characters we had. അതെല്ലാം നമുക്ക് നോക്കിയതിന് ശേഷം we can conclude certain points about that, and those characters which are determined after computing the analytical characters are known as synthetic characters. So if you want to do a plant community character analysis, first of all you should do sampling methods. So in a plant community നമുക്ക് രണ്ട് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ക്വാഡ്രാറ്റ് മെത്തേഡ്, മെയിനായിട്ട് രണ്ടെണ്ണം, അതാണ് ക്വാഡ്രാറ്റ് മെത്തേഡ്. രണ്ടാമത്തേത് ട്രാൻസെക്ട് മെത്തേഡ്. സോ ക്വാഡ്രാറ്റ് മെത്തേഡ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ലിസ്റ്റ് ക്വാഡ്രാറ്റ്, കൗണ്ട് ക്വാഡ്രാറ്റ്, ചാർട്ട് ക്വാഡ്രാറ്റ്, based on their description the quadrat is giving. ആ എന്ത് സാധനമാണ് ആ ക്വാഡ്രാറ്റ് തന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന് ഓരോ പേര് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലിസ്റ്റ് ക്വാഡ്രാറ്റ് ഇസ് യൂസ്ഡ് ടു ലിസ്റ്റ് ഔട്ട് ദ പ്ലാൻ ഗ്രൂപ്പ്. സോ അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ദെൻ ഇസ് ദ ട്രാൻസെക്ട് മെത്തേഡ്. ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ടു, line transect and belter transect, that we will explain later. So let us move more closely towards quadrat method. So it is a type of sampling method. It's already mentioned. A quadrat is a frame, traditionally square, used in ecology or geography to isolate a standard unit of area for study of the distribution of an item over a large area. സിംപ്ലി അതെന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഫ്രെയിം വർക്ക്, ആ ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു ലാർജർ ഏരിയയിലുള്ള പ്ലാൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഫ്രെയിം വർക്കിനെ പറയുന്ന പേരാണ് ക്വാഡ്രാറ്റ് മെത്തേഡ് എന്ന്. സോ നമുക്കതിൻ്റെ ഓരോ ക്വാഡ്രാറ്റ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഫ്രെയിം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മിനിമം ക്വാഡ്രാറ്റിൻ്റെ സൈസ് നമ്മൾ ഈ ഡിസൈർ ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹിയർ ഈസ് ക്വാഡ്രാറ്റ്, ഹിയർ ഈസ് ടു ക്വാഡ്രാറ്റ്സ്. രണ്ട് ക്വാഡ്രാറ്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കുക, ഈ ക്വാഡ്രാറ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ സ്ട്രക്ചറാണ്, വിച്ച് മേ ബി സബ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ പാർട്സ്. ഇനി ഇതിനകത്ത് നോക്കുക നിങ്ങൾ,
ഫസ്റ്റത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മളിപ്പോൾ ഒരു ഏരിയയിലുള്ള പ്ലാന്റ് കമ്മ്യൂണിറ്റീൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാഡ്രാറ്റിൻ്റെ സ്റ്റഡി നടത്തുന്നത്. അപ്പം നമ്മൾ ബയോസ്റ്റാറ്റിയിലൊക്കെ നിങ്ങൾ സ്റ്റാറ്റ് ചെയ്യുന്ന സമയത്ത് സാമ്പിളിങ് ചെയ്യാറുണ്ട്. സാമ്പിളിങ് ചെയ്യുന്നത് എന്തിനാ? നമ്മൾ കുറച്ച് എല്ലാ പോപ്പുലേഷനെയും അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഈച്ച് ആൻഡ് എവരി വൺ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ടേക്ക് സം സാമ്പിൾസ് ആൻഡ് അതിൻ്റെ ക്യാരക്ടർ അനാലിസിസ് ഒക്കെ നടത്തും. എന്നിട്ട് നമ്മൾ ആ സാമ്പിൾസിനെ വെച്ചിട്ട് ആ ഹോൾ കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ലൈക്ക് ദാറ്റ് ദിസ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. സോ ബൈ യൂസിങ് ദിസ് ക്വാഡ്രാറ്റ് വി ക്യാൻ പ്രെഡിക്റ്റ് ദ കമ്മ്യൂണിറ്റി ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പല ക്യാരക്ടേഴ്സും നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ക്വാഡ്രാറ്റിനകത്ത് വരുന്ന, ഇപ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് വരുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ആ പ്ലാന്റ്സുകൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ഇഷ്ടംപോലെ ഇതുപോലത്തെ ക്വാഡ്രാറ്റുകൾ പല ഏരിയകളിലായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ക്വാഡ്രാറ്റ് ഒന്നിൽ ഇവർ വന്നിട്ടുണ്ട്, ഈ പ്ലാന്റ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തതിൽ വേറൊരു പ്ലാന്റ് ഉണ്ട്, ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ആ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. By using that recordical values, we can analyze lot of parameters or lot of characters of that particular community. So ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ സ്ക്വയർ ഫ്രെയിംവർക്കിനെയാണ് ക്വാഡ്രാറ്റ് എന്ന് പറയുന്നത്. So as I mentioned earlier, there are different kinds of quadrats. List quadrat is there, count, cover, chart, permanent quadrats are there. So first is the list quadrat. It is used to list out the species, plants present in that particular quadrat. Count quadrat simply counts the number of species. Cover quadrat used to study cover area, എത്ര ഏരിയയിൽ കവർ ചെയ്ത് കിടക്കുന്നു എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കവർ ക്വാഡ്രാറ്റ് എന്ന് പറയുന്നത്. ചാർട്ട് പോലെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാഡ്രാറ്റ് അതിനെയാണ് ചാർട്ട് ക്വാഡ്രാറ്റ്സ് എന്ന് പറയുന്നത്. പെർമനൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, പെർമനൻ്റ് ആയിട്ട് ഒരു ക്വാഡ്രാറ്റ് വെക്കുന്നതിനെയാണ് പെർമനൻറ്റ് ക്വാഡ്രാറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഒന്നിൻ്റെ ഒരു കൈൻഡ്സ് ഓഫ് ക്വാഡ്രാറ്റ്സ് അല്ലെങ്കിൽ മോഡിഫൈഡ് വേർഷൻസ് ഓഫ് എ ക്വാഡ്രാറ്റ് എന്ന് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ how to determine the minimum desirable area for quadrats. സോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റഡി ബെറ്ററായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ക്വാഡ്രാറ്റിൻ്റെ സൈസ്, ഏറ്റവും ചെറുതിന് എത്ര സൈസ്, ഏറ്റവും മിനിമം സൈസ് എത്ര വേണം എങ്കിലേ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള അനാലിസിസ് ഡേറ്റ കിട്ടുള്ളൂ എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ആ സൈസ്, മിനിമം ഏരിയ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. നെസ്റ്റഡ് മെത്തേഡ്സ് ആൻഡ് സ്പീഷ്യസ് ഏരിയ കർവ്. ഇൻ both methods are based on principle that as the size of the quadrat gradually increases, there is an increase in the number of species in a quadrat to a certain point, from where there is no further increase in the number of species of plants. സോ ഞാനിവിടുത്തെ ഒരു ക്വാഡ്രാറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രാറ്റിൻ്റെ പേരാണ് നെസ്റ്റഡ് ക്വാഡ്രാറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മിനിമം സൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഈ ബ്ലൂവിൻ്റെ ലൈനിലുള്ള രീതിയിലുള്ള ബ്ലൂ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുക ക്വാഡ്രാറ്റ്. എന്നിട്ട് നമ്മൾ അതിനകത്തുള്ള സ്പീഷ്യസിൻ്റെ എന്ത് ചെയ്യുക, നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ ഈ ക്വാഡ്രാറ്റിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതാക്കി നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുകയാണ് സ്പീഷ്യസിൻ്റെ ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം അല്ലെങ്കിൽ സ്പീഷ്യസിൻ്റെ നമ്പർ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അതും നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മൾ ഈ ക്വാഡ്രാറ്റിൻ്റെ സൈസ് കൂട്ടുക. അങ്ങനെ കൂട്ടി ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ there will not be any further increase in the number of species. സോ ആ ഒരു പോയിന്റിൽ അതാണ് ആ കമ്മ്യൂണിറ്റീനെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള
ക്വാഡ്രാറ്റിൻ്റെ മിനിമം സൈസ്. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ ക്വാഡ്രാറ്റിൻ്റെ സൈസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, സ്പീഷ്യസിൻ്റെ നമ്പർ നോട്ട് ചെയ്യുന്നു, ദെൻ വീണ്ടും കൂട്ടുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം പിന്നീട് ഫർദർ ഇൻക്രീസ് ഇൻ ദ ക്വാഡ്രാറ്റ് സൈസ് വിൽ നോട്ട് ഇൻക്രീസ്, സോ ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പീഷ്യസ്. ദാറ്റ് ഈസ് ദ മിനിമം ഡിസൈറബിൾ ഏരിയ ഫോർ ദാറ്റ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആസ് ഐ സെഡ് earlier that both nested quadrat methods and species method and species area curve use the same strategy. അപ്പോൾ ഇവിടെയും എന്താണ് ചെയ്യുന്നത്? നമ്മളിവിടെ ഏരിയ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ആൻഡ് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്പീഷ്യസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏരിയ എങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകും. ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം ദർ ഇസ് നോ ക്യുമുലേറ്റീവ്, there is no addition of new species, അല്ലെങ്കിൽ there is no addition of plant number. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വരുമ്പോൾ ആദ്യത്തെ ഏരിയയിൽ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ 10 ഉണ്ടായിരുന്നു, പിന്നീട് പുതിയൊരു 10 കൂടിയും കിട്ടി. അങ്ങനെ കൂട്ടി എന്നുമ്പോൾ പിന്നീട് നമ്മൾ കൂട്ടുമ്പോൾ ഇതിനകത്ത് സ്പീഷ്യസിൻ്റെ നമ്പർ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? മിനിമം ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാം. സോ ക്വാഡ്രാറ്റിൻ്റെ മിനിമം സൈസ് കാണാൻ വേണ്ടിയിട്ട് നെസ്റ്റഡ് ക്വാഡ്രാറ്റോ സ്പീഷ്യസ് ഏരിയ കർവോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സോ ട്രാൻസെക്റ്റ് മെത്തേഡ് യൂസ് path along which one counts and records the occurrence of object of study. അപ്പം നമ്മളിവിടെ ഇത് ശരിക്കും അക്വാട്ടിക് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള കമ്മ്യൂണിറ്റീൻ്റെ സ്റ്റഡിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതാണ്. ക്വാഡ്രാറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ കമ്മ്യൂണിറ്റിയുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്, യൂസ് ചെയ്യുന്നത്. ഇത് ഒരു അക്വാട്ടിക് കമ്മ്യൂണിറ്റീൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ട്രാൻസെക്റ്റ് എന്ന് പറയുന്നത് എ ലോങ് പാത്താണ്. ആ പാത്ത് ഒരു ലൈനാവാം അല്ലെങ്കിൽ ഒരു ബെൽറ്റാവാം. സോ ഈ പാത്തിനകത്ത് എത്ര ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എത്ര സ്പീഷ്യസിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ ക്യാരക്ടേഴ്സ് നോക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ഈ ലൈൻ ട്രാൻസെക്റ്റ് ഉപയോഗിക്കുന്നത്. ട്രാൻസെക്റ്റ് 2 ടൈപ്പ് ഉണ്ട്. ലൈൻ ട്രാൻസെക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ ബെൽറ്റ് ട്രാൻസെക്റ്റും ഉണ്ട്. സോ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി എ ലൈൻ ആയിരിക്കും. മറ്റേത് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിഡ്ത്ത് കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, വിഡ്ത്ത് കൂടെ ഉള്ള ഒരു ട്രാൻസെക്റ്റ് മെത്തേഡിനെയാണ് ബെൽറ്റ് ട്രാൻസെക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സീഷോറിൻ്റെ ആ ഒരു ബെൽറ്റ്, കോസ്റ്റൽ ബെൽറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ അതിൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ബെൽറ്റ് ട്രാൻസെക്റ്റ് ഉപയോഗിക്കുന്നത്. രണ്ടിൻ്റെയും കൂടി ഒരു പിക്ചർ നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. So in this picture it is clear what is line transect is, what is belt transect is. So first of all നമുക്ക് ഇതിനകത്ത് ടൈപ്സ് ഓഫ് ട്രാൻസെക്റ്റിൽ പോയിൻ്റ് സാമ്പിളിംഗ് ഓൺ എ ലൈൻ ട്രാൻസെക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ട്രാൻസെക്റ്റ് ഉണ്ട്, ഒരു ലോങ് പാത്ത് വേ ഉണ്ട്, ലൈന് പോലെയുള്ള പാത്ത് വേ ആണ്. അതിനകത്ത് സാമ്പിൾ പോയിൻറ്റുകളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സാമ്പിൾ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഈ എലോങ് ദിസ് പാത്ത് വേ ഉള്ള പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ സ്റ്റഡിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ എലോങ് ദിസ് പാത്ത് വേയിൽ എന്തൊക്കെ വരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് കുറേ ക്യാരക്ടേഴ്സ് കമ്മ്യൂണിറ്റീൻ്റെ പഠിക്കാൻ പറ്റും. സോ കണ്ടിന്യൂസ് ബെൽറ്റ് ട്രാൻസെക്റ്റ് ഉണ്ട്. ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലൈൻ ട്രാൻസെക്റ്റ് പോലെയല്ല, ഇതിന് കുറച്ച് വിഡ്ത്ത് കൂടെ ഉണ്ടാവും. രണ്ടാമത്തതിൽ കണ്ടിന്യൂസ് ബെൽറ്റ് ട്രാൻസെക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുറച്ച് ഏരിയ കൂടെ ഇത് കവർ ചെയ്യും, പക്ഷേ ഒരു ലോങ് പാത്ത് തന്നെയാണ് ഇതും. ഇതിനകത്ത് വരുന്ന കണ്ടിന്യൂസ് ബെൽറ്റ് ട്രാൻസെക്റ്റിനുള്ള എക്സാമ്പിളാണ് രണ്ടാമത്തത് തന്നിട്ടുള്ളത്. മൂന്നാമത്തത് ഇൻ്ററപ്റ്റഡ് ആയിട്ടും നമുക്ക് എന്തുപയോഗിക്കാം? ബെൽറ്റ് ട്രാൻസെക്റ്റുകൾ ഉപയോഗിക്കാം. അഥവാ കുറച്ച് വീതി കൂടിയിട്ടുള്ളത് തന്നെ കുറച്ച് ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് ഒരു സ്പേസ് വിട്ടിട്ട് നമുക്ക് ട്രാൻസെക്റ്റുകൾ ഉപയോഗിക്കാം. സോ ട്രാൻസെക്റ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് പാത്ത് വേയിൽ ഉള്ള സ്റ്റഡിയാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആൾ ആ കണ്ടിന്യൂസ് ലൈനിലൂടെ ഒബ്സർവ് ചെയ്ത് പോകണം. എന്നിട്ട് വേണം ഇൻഡിവിജ്വൽസിനെ നോട്ട് ചെയ്ത് വെക്കാനും സ്പീഷ്യസിൻ്റെ ക്യാരക്ടേഴ്സ് നോട്ട് ചെയ്ത് വെക്കാനും. സോ ദ സെക്കൻഡ് സെക്ഷൻ അണ്ടർ
പ്ലാന്റ് കമ്മ്യൂണിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇസ് സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് കമ്മ്യൂണിറ്റി. സോ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതാണ്, ക്വാളിറ്റി അല്ല. മീൻസ് എത്ര ഈ പിന്നെ ഹൈറ്റ് വരുന്നുണ്ട് അങ്ങനെയുള്ളതല്ല, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല. നൗ വി ആർ ഫോക്കസിങ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് കമ്മ്യൂണിറ്റി. ഫോർ ദാറ്റ് വി വിൽ യൂസ് 4 terms: ഡെൻസിറ്റി, ഫ്രീക്വൻസി, അബണ്ടൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ. അപ്പോൾ ഈ എത്രമാത്രം പ്ലാന്റിൻ്റെ ഡെൻസിറ്റി ഉണ്ട്, എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ടാണ് അതവിടെ കാണപ്പെടുന്നത്, എത്രമാത്രം ഉണ്ട് ആ ഒരു സ്പീഷീസ് അവിടെ, അല്ലെങ്കിൽ എത്രമാത്രം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് കമ്മ്യൂണിറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 4 മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡെൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി എങ്ങനെയാണ് കാണുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഓൾ ദ ക്വാഡ്രാറ്റ്സ് സ്റ്റഡീഡ്. നമ്മൾ സ്റ്റഡിക്ക് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ക്വാഡ്രാറ്റുകളിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന് എടുക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്വാഡ്രാറ്റ്സ് സ്റ്റഡീഡ്. നമ്മൾ എത്ര ക്വാഡ്രാറ്റാണ് അവിടെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുത്തെന്നുള്ളതാണ് പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി. സോ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഓൾ ക്വാഡ്രാറ്റ്സ് സ്റ്റഡീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്വാഡ്രാറ്റ്. ഒരു 10 ക്വാഡ്രാറ്റ് ഉപയോഗിച്ചിരിക്കണമെങ്കിൽ ഡിവൈഡഡ് 10. അതിൽ എത്ര ഇൻഡിവിജ്വൽസ് വന്നിക്കണു, 100 ആണെങ്കിൽ 100 ഡിവൈഡ് ബൈ 10. ഇനി ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് വി വിൽ യൂസ് ടോട്ടൽ നമ്പർ ഓഫ് ക്വാഡ്രാറ്റ്സ് ഇൻ വിച്ച് സ്പീഷ്യസ് ഒക്കേർഡ്. നമ്മൾ ആരുടെ ഒരു പെർട്ടിക്കുലർ സ്പീഷ്യസ് എത്രമാത്രം ഫ്രീക്വൻസിയിൽ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടീക്കിനെ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ ക്വാഡ്രാറ്റിനകത്ത് ടീക്ക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ക്വാഡ്രാറ്റ്സ് ഇൻ വിച്ച് സ്പീഷ്യസ് ഒക്കേർഡ്. എത്ര ക്വാഡ്രാറ്റിൽ ആ സ്പീഷ്യസ് ഒക്കർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്വാഡ്രാറ്റ് സ്റ്റഡീഡ്. എത്ര ക്വാഡ്രാറ്റുകൾ വെച്ചിട്ടുണ്ട്, ആ വെച്ചതിൽ എത്ര ക്വാഡ്രാറ്റുകളിൽ നമ്മുടെ സ്പീഷ്യസ് ഉണ്ട് ഇൻറ്റു 100 ആണ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്, പേഴ്സൻറ്റേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാനൊരു 2 എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്, ഡെൻസിറ്റി കാണാനുള്ളതും അതേപോലെ തന്നെ ഫ്രീക്വൻസി കാണാനുള്ളതും. സോ ക്വാഡ്രാറ്റ് സാമ്പിളിംഗ് ടെക്നിക് ഫസ്റ്റ്. ക്വാഡ്രാറ്റ് 1, 2, 3, 4, 5 5 ക്വാഡ്രാറ്റുകളുണ്ട്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് 5, 6, 4, 2, 1. സോ നമ്മൾക്ക് ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷ്യസ് ഇൻ ഓൾ ക്വാഡ്രാറ്റ്. ഓൾ ക്വാഡ്രാറ്റിൽ എത്ര സ്പീഷ്യസുകളുണ്ട്? 5, 6, 4, 2, 7. അതിനെ ഡിവൈഡ് ബൈ ആരെ ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് ക്വാഡ്രാറ്റ്സ് 5 ആണ്. ഓക്കെ, അതാണ് ഡെൻസിറ്റി. അതിനെ എത്ര ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദെൻ ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്തായിരുന്നു? നമ്പർ ഓഫ് ക്വാഡ്രാറ്റ്സ് കണ്ടെയ്നിങ് ദ സ്പീഷ്യസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ദ ക്വാഡ്രാറ്റ്സ്. അഥവാ നമ്മൾ ഈ പിന്നെ നമ്മളെ ചോയ്സ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ പ്ലാന്റ് ഏതൊക്കെ ക്വാഡ്രാറ്റിലുണ്ട് അതാണ് ഈ 1ാമത്തതിലുണ്ട്, 2ലുണ്ട്, അതേപോലെ തന്നെ 4ലുണ്ട്. അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ക്വാഡ്രാറ്റ്സ് കണ്ടെയ്നിങ് അവർ സ്പീഷ്യസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ ടോട്ടൽ ക്വാഡ്രാറ്റിൻ്റെ എണ്ണം 5 ആണ്. അഥവാ 3/5 എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്പീഷ്യസ്. നെക്സ്റ്റ് ഈസ് അബണ്ടൻസ്. എത്രമാത്രം അബണ്ടൻ്റ് ആയിട്ട് അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അബണ്ടൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സ്പീഷ്യസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ക്വാഡ്രാറ്റ്സ് ഇൻ വിച്ച് ദേ ഒക്കേർഡ്. അഥവാ ഇവിടെ ഞാനൊരു ടേബിൾ തന്നിട്ടുണ്ട്. സ്പീഷ്യസ് 1, സ്പീഷ്യസ് 2, സ്പീഷ്യസ് 3, സ്പീഷ്യസ് 4. ക്വാഡ്രാറ്റ് 1, 2, 3. അതിൽ ഓരോ സ്പീഷ്യസിൻ്റെ ഒക്കറൻസ് ഞാനവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പീഷ്യസ് 1 ക്വാഡ്രാറ്റ് 1ൽ ഇല്ല, പക്ഷേ ക്വാഡ്രാറ്റ് 2ലുണ്ട്, ക്വാഡ്രാറ്റ് 3ലുണ്ട്. സ്പീഷ്യസ് 2 എന്ന് പറയുന്നത് ക്വാഡ്രാറ്റ് 1ൽ 3 എണ്ണം ഉണ്ട്, ക്വാഡ്രാറ്റ് 2ൽ 6 എണ്ണം ഉണ്ട്, ക്വാഡ്രാറ്റ് 3ൽ 5 എണ്ണം ഉണ്ട്. അങ്ങനെ ഓരോ സ്പീഷ്യസിൻ്റെയും
കൊടുത്തിട്ടുണ്ട്. സോ സ്പീഷ്യസ് അബണ്ടൻസിൻ്റെ ഫോർമുല എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സ്പീഷ്യസ്. അഥവാ ഇഫ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ അബണ്ടൻസ് ഓഫ് സ്പീഷ്യസ് 1, then you must add the total numbers of species in all quadrats. അഥവാ സ്പീഷ്യസ് 1ൻ്റെ ക്വാഡ്രാറ്റ് 1-ലുള്ളതും ക്വാഡ്രാറ്റ് 2-ലുള്ളതും ക്വാഡ്രാറ്റ് 3-ലുള്ളതും കൂട്ടണം. സ്പീഷ്യസ് 1ൻ്റെ നോക്കുക 0, 5 + 7 അതാണ് ക്വാഡ്രാറ്റിലുള്ള എണ്ണം. 5 + 7 / 2 = 6. സോ നമുക്കിങ്ങനെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, അബണ്ടൻസിൻ്റെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവരെ ഒരു അബണ്ടൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അവരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അഥവാ 2%-ൻ്റെയും താഴെയാണെങ്കിൽ അബണ്ടൻസ് എന്ന് പറയുന്നത് വെരി ഫ്യൂ നമ്പർ ആയിരിക്കും. അഥവാ ഏതാനും കുറച്ച് എണ്ണ ഉണ്ടാവുമായിരിക്കുള്ളൂ. സോ 2 to 10 ആണെച്ചെങ്കിൽ ഫ്യൂ ആണ്. 10 to 25 ആണെച്ചെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. 25 to 50 ആണെങ്കിൽ മിനി അബണ്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക 50 to 75%-ലേക്ക് എത്തണം. ഏറ്റവും പ്രൊഫ്യൂസാണ് അല്ലെങ്കിൽ സമൃദ്ധമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക എബവ് 75%-ലാണ് അതിന് കിട്ടണമെങ്കിൽ. സോ ഇങ്ങനെയാണ് നമ്മൾ അബണ്ടൻസ് ഒരു കമ്മ്യൂണിറ്റിയുടെ കാണുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഇൻഡെക്സ്, ദ ലാസ്റ്റ് വൺ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു റിലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡെൻസിറ്റി, അബണ്ടൻസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും അനുമാനിക്കാം. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പ്ലാന്റ് എടുക്കുകയാണ്. ആ പ്ലാന്റിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി, ഫ്രീക്വൻസി, ഡോമിനൻസ് അത് എത്രമാത്രം ഉണ്ട്, എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ടാണ് കാണുന്നത്, എത്രമാത്രം ഇൻഡിവിജ്വൽസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അത് ഡോമിനൻ്റ് ആണ് ഓവർ ദാറ്റ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഈ സാധനങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് അത് അതിനെ ഒരു പ്രത്യേക രീതിയിൽ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയാണ് ഫൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി യൂസസ് റിലേറ്റീവ് ഡോമിനൻസ്, റിലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പം നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലാന്റിനെ എടുത്തു. ഒരു കമ്മ്യൂണിറ്റി നമുക്ക് സ്റ്റഡി ചെയ്യാനുണ്ടായിരുന്നു. അതിലൊരു പ്ലാന്റിനെടുത്തു. ആ പ്ലാന്റിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് കാണാൻ പറ്റും, ആ പ്ലാന്റിൻ്റെ റിലേറ്റീവ് ഡോമിനൻസ് കാണാൻ പറ്റും, ആൻഡ് റിലേറ്റീവ് ഫ്രീക്വൻസിയും കാണാൻ പറ്റും. അത് വെച്ചിട്ട് ആ ഒരു പ്ലാന്റ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് അതിനെ കാണുന്നുണ്ട്, എത്ര ഡോമിനൻ്റ് ആണത്, അത് എത്രമാത്രം ഡെൻസിറ്റിയിൽ കാണുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഡെൻസിറ്റിയുടെ ഫോർമുല മുന്നേ തന്നിട്ടുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്പീഷ്യസ് എ, അഥവാ നമ്മളൊരു പെർട്ടിക്കുലർ സ്പീഷ്യസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെൻസിറ്റി ഓഫ് ഓൾ സ്പീഷ്യസ്. അഥവാ നമ്മുടെ സ്പീഷ്യസ് എത്രയുണ്ട്, നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന സ്പീഷ്യസ് എത്രയുണ്ട്, ഡിവൈഡ് ബൈ ടോട്ടൽ ഡെൻസിറ്റി, ആ കമ്മ്യൂണിറ്റിയിൽ ബാക്കിയുള്ള എല്ലാ സ്പീഷ്യസും കൂടിയിട്ട് എത്ര ഡെൻസിറ്റി വരുന്നുണ്ട്, അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് റിലേറ്റീവ് ഡോമിനൻസ് ഓഫ് എ സ്പീഷ്യസ് എ ഡിവൈഡ് ബൈ ടോട്ടൽ ഡോമിനൻസ് ഓഫ് ഓൾ സ്പീഷ്യസ്. ഓക്കെ, അതാണ് റിലേറ്റീവ് ഡോമിനൻസ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് സ്പീഷ്യസ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന ആ സ്പീഷ്യസിൻ്റെ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഓഫ് ഓൾ സ്പീഷ്യസ്. ഇങ്ങനെ നമുക്ക് ഓരോന്നിൽ നിന്നും ഡെൻസിറ്റിയിൽ നിന്നും റിലേറ്റീവ് ഡെൻസിറ്റി കാണാം, ഡോമിനൻസിൽ നിന്നും റിലേറ്റീവ് ഡോമിനൻസ് കാണാം, ഫ്രീക്വൻസിയിൽ നിന്നും റിലേറ്റീവ് ഫ്രീക്വൻസിയും കാണാം. ഈ 3 വാല്യൂവിനെ നമുക്ക് ഒരു സർക്കിളിനകത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ റെപ്രസെൻറ്റേഷനെയാണ് ഫൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. So this is the representation of a phytograph, and the value we gets from this are relative frequency, relative dominance, relative density. ഈ 3 കൂടിയും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസിനെ ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഇൻഡെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 2 പ്ലാന്റിൻ്റെ ഒരു ഫൈറ്റോഗ്രാഫ് വരച്ചത് തന്നിട്ടുണ്ട്. നമുക്ക് പ്ലാന്റ്സിൻ്റെ സ്പീഷ്യസ് നെയിമൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഫൈറ്റോഗ്രാഫ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഈ സർക്കിളിനെ
4 ഈക്വലായിട്ടുള്ള ഭാഗങ്ങളാക്കി നമ്മൾ അതിനെ മുറിക്കുന്നു. 4 ഈക്വലായിട്ടുള്ള ഭാഗങ്ങളായിട്ട് മുറിക്കുന്നു. എന്നിട്ട് ഓരോന്നിൻ്റെയും നേരെ 100 100 100 എന്ന് കൊടുക്കുന്നു. ഏറ്റവും ടോപ്പിലുള്ളതിന് 300 എന്നും കൊടുക്കുന്നു. നമ്മൾ 300 വാല്യൂവിലാണ് IVI ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഇൻഡെക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബിക്കോസ് ബാക്കിയുള്ള റിലേറ്റീവ് ഫ്രീക്വൻസിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ 100ൻ്റെ താഴെയായിട്ടാണ്. 100 അല്ലെങ്കിൽ മാക്സിമം 100 അല്ലെങ്കിൽ 100ൻ്റെ താഴെയാണ്. സോ ഈ മൂന്നും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ 300 എന്നുള്ളൊരു വാല്യൂവിലെ നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിന് ഓരോന്നിനും സ്കെയിൽ കൊടുക്കുക. റിലേറ്റീവ് ഫ്രീക്വൻസി 10 25 50 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു പോവുക. അതേപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ വാല്യൂകൾ കൊടുക്കുക. 100 വരെ ലാസ്റ്റ് എത്തുള്ളൂ. അതേപോലെ തന്നെ റിലേറ്റീവ് ഡോമിനൻസിനും 0 to 100 വരെയുള്ള സ്കെയിലുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത ആ ഒരു സ്പീഷ്യസിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ് വരുന്നത്, അപ്പോൾ അതെത്രയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുക, ഒരു പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ് വരുന്നത്, അത് റിലേറ്റീവ് ഡെൻസിറ്റി വരുന്നതിൻ്റെ നേരെ മാർക്ക് ചെയ്ത് വെക്കുക. റിലേറ്റീവ് ഡോമിനൻസ് എത്രയാണ് വരുന്നത്, അത് അവിടെയും മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ മൂന്നിനെയും കൂടി തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഈ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ നമ്മൾ നമ്മുടെ 300ൻ്റെ നേരെയുള്ള ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫൈറ്റോഗ്രാഫ് വെച്ചിട്ട് ഈ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനോണ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണമെങ്കിൽ ആ പ്ലാന്റിൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്, റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ്, റിലേറ്റീവ് ഡോമിനൻസ് എന്താണ്, ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഇൻഡെക്സ് എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതെന്തിനാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില പ്ലാന്റ്സൊക്കെ അവിടുന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റീനെ തന്നെ അത് നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് ഡിമിനിഷ് ചെയ്ത് പോവുകയാണോ, അതല്ലെങ്കിൽ ഇവർ പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇവരുടെ റോൾ എന്താണ്, ഇവരെത്രമാത്രം അബണ്ടൻ്റ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സിംഗിൾ പിക്ചർ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുതന്നെയാണ് ഫൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. ആ വാല്യൂ ആണ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഇൻഡെക്സ്. അതെങ്ങനെയാണ് കിട്ടിയതെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ താങ്ക് യു ഓൾ.